ഇന്ന് വെള്ളിയാഴ്ചയാണ്. അടുത്ത വെള്ളിയാഴ്ചയല്ല, അതിൻ്റെ പിന്നത്തെ വെള്ളിയാഴ്ച തമിഴ്നാട്ടിൽ പൊതു തെരഞ്ഞെടുപ്പാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല, മറ്റ് ചില സംസ്ഥാനങ്ങളിലും അന്ന് തെരഞ്ഞെടുപ്പ് ആരംഭിക്കും. അതിൻ്റെ പിന്നത്തെ വെള്ളിയാഴ്ച കേരളത്തിലും തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ ഒറ്റ ദിവസം കൂടി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാവും. വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അങ്ങനെയല്ല. ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ, അതുമല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ, പല സ്ഥലത്തും പല ഘട്ടങ്ങളായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വെള്ളിയാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത്. അടുത്ത വെള്ളിയാഴ്ചയാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം അറിയാനായിട്ട് നമ്മൾ വളരെ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അത് വേറൊരു കാര്യം. ഏതായാലും ഈ വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ശരിയല്ല. അത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ് എന്നൊരു വാദഗതി ആദ്യം ഉയർത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ജനാബ് സലാമാണ്. സലാമിന് തോന്നി ഇത് ശരിയല്ല, വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് മതേതരത്വത്തിൻ്റെ ലംഘനമാണ്, ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ് എന്ന്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്കും തോന്നി അത് ശരിയാണല്ലോ. നമ്മുടെ കാന്തപുരം ഉസ്താദിന് തോന്നി, അതുപോലെ EK സമസ്തയിലെ പണ്ഡിതന്മാർക്ക് തോന്നി, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർക്ക് തോന്നി, എല്ലാവർക്കും തോന്നി വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുപ്പ് നടന്നാൽ മതേതരത്വം ആകെ അപകടത്തിലാവും. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്നൊരാവശ്യം ഇവരെല്ലാവരും കൂടി ഒരു വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ മുമ്പിൽ സമർപ്പിച്ചു. ഇലക്ഷൻ കമ്മീഷൻ അയച്ചാൽ മതിയായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ അയച്ചെങ്കിൽ അവരപ്പം തന്നെ ചുരുട്ടി കൂട്ടി ചവറ്റുകൊട്ടയിലിടും. കാരണം എന്താ വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈസ്റ്റർ വരാൻ പാടില്ല, ദുഃഖവെള്ളി വരാൻ പാടില്ല, പെസഹ വരാൻ പാടില്ല. മുസ്ലിങ്ങളുടെ 30 ദിവസം നീണ്ടു നിൽക്കുന്ന റമദാൻ വ്രതം വരാൻ പാടില്ല. അത് കഴിഞ്ഞ് ഈദുൽ ഫിത്തർ വരാൻ പാടില്ല. ആ ദിവസം തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല. വടക്കേ ഇന്ത്യക്കാരുടെ വൈശാഖി വരുന്നുണ്ട്, ആസാമിൽ ബിഹു വരുന്നുണ്ട്, കേരളത്തിൽ വിഷു വരുന്നുണ്ട്. ഈ വക സകല ഗുലാബികൾ ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊന്നും തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല. അങ്ങനെ ഇതൊന്നും ഒന്നിലും മുട്ടാത്ത രീതിയിൽ വേണം തിരഞ്ഞെടുപ്പ് നടത്താൻ. അതുമാത്രമല്ല, ജൂൺ ആദ്യവാരത്തിനുള്ളിൽ തീർക്കം ചെയ്യണം. അത് 6-7 ഘട്ടങ്ങളായിട്ടാണ് നടത്തുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വിരുദ്ധന്മാർ പറയുന്നത് നരേന്ദ്രമോദിക്ക് 7 ഘട്ടത്തിലും പ്രസംഗിക്കണം, അതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. മല്ലികാർജുൻ ഖാർഗെയും ഇത് പറയുന്നത് കേട്ടു. 7 ഘട്ടത്തിലും ഖാർഗെക്കും പ്രസംഗിക്കാമല്ലോ. അദ്ദേഹത്തിന് കർണാടകത്തിൽ പ്രസംഗിച്ച് ബാക്കി സമയത്ത് മഹാരാഷ്ട്രയിൽ പ്രസംഗിക്കാം, പിന്നെ പശ്ചിമ ബംഗാളിൽ പോയി പ്രസംഗിക്കാം, ആസാമിലും അതുപോലെ അരുണാചൽ പ്രദേശിലുമൊക്കെ ഖാർഗെയുടെ പ്രസംഗം കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അദ്ദേഹത്തിന് ചെയ്യാവുന്നതാണ്. 7 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ സുരക്ഷാ ഭടന്മാരെ വിന്യസിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ പോലെയല്ല. നമ്മുടെ പശ്ചിമ ബംഗാളിൽ 7 ഘട്ടത്തിലും തിരഞ്ഞെടുപ്പുണ്ട്. കാരണം അവിടെ അത്ര വലിയ ക്രമസമാധാന പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. ഒരു ഘട്ടത്തിലോ 2 ഘട്ടത്തിലോ ഇട്ട് നടത്താൻ പറ്റുകയില്ല. എല്ലാ മണ്ഡലങ്ങളിലും ഈ CRPFകാരെ വിന്യസിക്കണം, BSFകാരെ വിന്യസിക്കണം, പോലീസിനും പട്ടാളത്തിനും നിർത്തണം, എന്നാലേ തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റും. ജമ്മു കാശ്മീരിൽ ആകെ 6 മണ്ഡലങ്ങളേ ഉള്ളൂ. 6 മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് 6 ഘട്ടമായിട്ടാണ്. അത് ഒരു ഘട്ടത്തിൽ ഒരു മണ്ഡലം. എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലാണ് നടക്കണമെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിൽ എറണാകുളത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നു, അടുത്ത ഘട്ടത്തിൽ ചാലക്കുടിയിൽ നടക്കും, അതിൻ്റെ പിന്നത്തെ ഘട്ടത്തിൽ തൃശ്ശൂർ നടക്കും, പിന്നത്തെ ഘട്ടത്തിൽ ആലത്തൂർ നടക്കുന്നു. ഇങ്ങനൊരു തിരഞ്ഞെടുപ്പ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. പക്ഷേ കാശ്മീരിൽ അങ്ങനെയാണ്. കാരണം അത്ര അധികം ജനാധിപത്യം പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ജമ്മു കാശ്മീർ. അതുകൊണ്ട് 6 മണ്ഡലങ്ങൾ 6 ഘട്ടത്തിലായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കും. ഇതൊക്കെ തന്നെയാണ് പശ്ചിമ ബംഗാളിലും മഹാരാഷ്ട്രയിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് ക്രമീകരിക്കുമ്പോൾ അതിൽ വെള്ളിയാഴ്ച വരും, വ്യാഴാഴ്ച വരും, ശനിയാഴ്ച വരും, പല ആഴ്ചകളും വരും. അതുകൊണ്ട് വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഇതാകെ ജനാധിപത്യത്തിൻ്റെ മേൽക്കൂര ഇടിഞ്ഞ് താഴെ വീഴും, ആൾക്കാർ മരിക്കും എന്നൊന്നും പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല. ഇനി വേറൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കുക. കേരളത്തിലുള്ള ഈ പറഞ്ഞ സംഘടനകളല്ലാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സംഘടന ഈ രാജ്യത്ത് വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് എതിര് പറഞ്ഞു? ഉത്തർപ്രദേശിൽ കേരളത്തെക്കാൾ എത്ര അധികം മുസ്ലിങ്ങളുള്ള സ്ഥലമാണ്. അവർക്ക് 19-ാം തീയതി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിലും വിരോധമില്ല, 26-ാം തീയതി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ യാതൊരു വിരോധമില്ല. പശ്ചിമ ബംഗാളിൽ ഒരുപക്ഷേ രാജ്യത്തിൻ്റെ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള പ്രദേശമാണ്. അവിടെ 7 ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പുണ്ട്. അതായത് 19-ാം തീയതി തിരഞ്ഞെടുപ്പുണ്ട്, 26-ാം തീയതി തിരഞ്ഞെടുപ്പുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്ന് മമതാ ബാനർജി ആവശ്യപ്പെട്ടു, മാർക്സിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടു, ആരെങ്കിലും ആവശ്യപ്പെട്ടു? ഒരാളും ആവശ്യപ്പെട്ടില്ല. ഒരു പാർട്ടിയുടെയും അല്ലെ ഒരു സംഘടന നേതാക്കന്മാർ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. നമ്മുടെ കേരളത്തിലുള്ള ചില വിദ്വാൻമാർ മാത്രമാണ്
വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ആകെ കുഴപ്പത്തിലാവും. അവർ പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ ഈ ബൂത്തിലിരിക്കുന്ന ഏജൻറ്റുമാർക്ക് ജൂമ നമസ്കരിക്കാൻ പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് എത്രയോ സൂക്ഷ്മ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളാണെന്ന് ആലോചിച്ചു നോക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ മറ്റ് ആ മുന്നണിയിലോ വേറെ ആളുകൾ ഇരുത്തിയിട്ട് പോകാമല്ലോ. അതിന് പകരം ഞങ്ങൾക്ക് ജുമ നമസ്കരിക്കാൻ പോകണം, അതുകൊണ്ട് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പേ നടത്താൻ പറ്റില്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞാൽ അത് എന്തായിരിക്കും ഈ നാട്ടിലുണ്ടാകാൻ പോകുന്ന ഒരു പ്രതിസന്ധി എന്ന് ആലോചിച്ചു. മറ്റ് സമുദായങ്ങൾ ഇതിനോട് ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ കേരളത്തിൽ മുസ്ലിങ്ങളോട് വലിയ സ്നേഹവും വാത്സല്യമുള്ള ആളാണ് നമ്മുടെ കാരണഭൂതൻ. അദ്ദേഹത്തിനാണ് കത്ത് കൊടുത്തത്. അദ്ദേഹം ആ കത്ത് എന്ത് ചെയ്തു? അദ്ദേഹം ഒന്നുകിൽ സെക്രട്ടേറിയറ്റിലെ ചവറ്റുകോട്ടയിലിട്ടു, അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലെ കോട്ടയിലിട്ടു. ഏതായാലും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അയച്ചിട്ടില്ല. കേരള സർക്കാരിൻ്റെ ശുപാർശയോട് കൂടിയിട്ട് ഇങ്ങനൊരു സാധനം ഇലക്ഷൻ കമ്മീഷൻ്റെ ഹെഡ് ഓഫീസിലേക്ക് നിർവാചന സാധനത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതായാലും ഉറപ്പാണ്. ഇങ്ങനൊരു ആവശ്യം KPCCയുടെ ആക്ടിംഗ് പ്രസിഡൻറ്റ് MM ഹസൻ ഉന്നയിച്ചായിട്ട് പേപ്പറിൽ കണ്ടു. ഹസൻ ഉന്നയിക്കാം, പക്ഷേ വേറൊരു നേതാവിന് ഉന്നയിക്കാൻ പറ്റുകയില്ല. കാരണം രാജ്യത്തിൻ്റെ നാനാഭാഗത്തും തെരഞ്ഞെടുപ്പ് കിടക്കുക. കേരളത്തിലെ കുറച്ച് ആളുകൾക്ക് അസൗകര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സാങ്കല്പികമായ ചില കാരണങ്ങളാൽ അന്നേ ദിവസം തെരഞ്ഞെടുപ്പിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും? കേരളത്തിൽ മത്സരിക്കുന്ന ആളുള്ള രാഹുൽ ഗാന്ധി, അദ്ദേഹം എന്തുകൊണ്ട് ഇത് ആവശ്യപ്പെട്ടില്ല? അദ്ദേഹം ആവശ്യപ്പെട്ടില്ല, അദ്ദേഹത്തിന് ആവശ്യപ്പെടാൻ പറ്റുകയില്ല. അതാണ് ഇന്നത്തെ രാജ്യത്തെ സ്ഥിതി. അപ്പോൾ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ജനാധിപത്യം തകരുമെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് തകരട്ടെ എന്ന് വിചാരിക്കാൻ മാർഗവും. ഇനിയിപ്പോൾ ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തിയാൽ വേറെ ഏതെങ്കിലും മതക്കാർക്ക് ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നും. തിങ്കളാഴ്ച നടത്തുന്നതിലും ബുദ്ധിമുട്ട് തോന്നുന്ന സമുദായക്കാരുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച വ്രതം മുറിഞ്ഞു പോകും. അതുകൊണ്ട് തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് നടത്താമുള്ളത് പറഞ്ഞാൽ പറ്റുമോ? അത് പറ്റില്ല. അപ്പോൾ രാജ്യത്തിന് വേണ്ടിയിട്ട്, ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് ചെറിയ വിട്ടുവീഴ്ചയൊക്കെ എല്ലാവരും സഹിക്കണം. ഇതുപോലെ വിഷയമല്ലാത്ത വിഷയങ്ങൾ ഉയർത്തി സ്വയം പരിഹാസ്യരാകരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ആകെ പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ മതേതരത്വം സംരക്ഷിച്ചാണ് ഇന്നിപ്പോൾ ആ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വഴിയിലിറങ്ങി കിടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു നേതാവ് പാകിസ്ഥാനിൽ പോയി പ്രസംഗിച്ചു, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പേടിച്ച് വിറച്ചാണ് ജീവിക്കുന്നത് എന്ന്. സത്യത്തിൽ അന്ന് ഇവിടെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം പാകിസ്ഥാനിലും സൗദി അറേബ്യയിലൊക്കെ പോയി ഇതുപോലെ 3-4 പ്രസംഗം നടത്തി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്ന അവസ്ഥയും ഇന്ന് നരേന്ദ്രമോദിയുടെ കാലത്തുള്ള അവസ്ഥയെ കൂടി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ തന്നെ പറയൂ, അദ്ദേഹം അന്ന് പ്രസംഗിച്ചാണോ ഇപ്പോൾ ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യമായതാണോ, ഏതാ സത്യം എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് നല്ലതാണ്, പക്ഷേ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകരുത് എന്ന് മാത്രമേ എനിക്ക് ബന്ധപ്പെട്ട ആളുകളോട് ആകെ പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ പിന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.